play hide and seek. മറ്റേ ഇത് ഷൂട്ട് കളിച്ചു. അതെങ്ങനെയാടാ വിളിച്ച് ഐസ് ട്രാപ്പ് എടുത്ത് ഫ്രണ്ട് ഡോറിന്റെ അവിടെ കൊണ്ട് വെച്ചിട്ട് ഗ്രാനി ഐസ് ട്രാപ്പ് ഇത് ചവിട്ടിന് മുമ്പ് തന്നെ നമ്മൾ ഐസ് മറ്റേ സ്പ്രേ അടിക്കണം. അപ്പം ഗ്രാനി ഐസായിട്ട് നമ്മൾ തട്ട് ഇടും. അപ്പോൾ ഗ്രാനി വരുമ്പോൾ നമ്മൾ പിടിക്കാൻ പറ്റത്തില്ല. ചിലപ്പോഴേ നടക്കും. ഇംഗ്ലീഷ് വീഡിയോയിൽ കണ്ടതാണ്. കുറച്ച് വെക്കാം ഗൈസ്. നമുക്ക് സ്ക്രൂ ഡ്രൈവർ ആദ്യം തന്നെ എടുക്കാം കേട്ടോ. ബോറും വെച്ച് ഫസ്റ്റ് നീ പറഞ്ഞോണ്ടാ ഞാൻ വിശ്വസിച്ചിട്ട് പോയി. റിമോട്ട് കണ്ടുപിടിക്കണം. വെപ്പൺ കണ്ടുപിടിക്കണം. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. സ്ക്രൂ ഡ്രൈവർ എടുക്കാം. പിന്നെ സ്ക്രൂ ഡ്രൈവർ I see you. ഞാൻ ഐസ് പിന്നെ പോ. വലിയ പരാജയത്തിൽ നിന്ന് യുഡിഎഫിനെ കൈപിടിച്ചു സോണിയാഗാന്ധി നൽകിയ ഉറപ്പ് താൻ പാലിച്ചു. ഭൂരിപക്ഷം അണികളുടെയും പൊതുജനങ്ങളുടെയും പിന്തുണയാണ് വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ മുഖ്യമന്ത്രി സ്വാഭാവികമായും സതീശൻ അർത്ഥവത്തമായ വികാരം അദ്ദേഹത്തിന്റെ വലിയ വ്യക്തിത്വമായി പലരും ഏറ്റവും വലിയ ഒന്നാമത്തെ പ്രശ്നം കേസി തന്നെ കേരളം നയിക്കട്ടെ എന്ന ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് പലരും കരുതാനും കാരണം ഇത് തന്നെയാണ്. എംഎൽഎമാരുടെയും നേതാക്കളുടെയും കേസി നയിക്കട്ടെ എന്ന അഭിപ്രായം ഭൂരിപക്ഷം എംഎൽഎമാരും വ്യക്തമായി അറിയിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപാളയത്തിലുണ്ടായ പല കലഹങ്ങളുടെയും ബുദ്ധികേന്ദ്രം അവർക്കരെ പുറത്തു കാണിച്ച് ഒപ്പം കൂട്ടാനുള്ള ശ്രമങ്ങൾ ഭൂരിപക്ഷം മുമ്പേ കേസി വേണുഗോപാൽ തുടങ്ങി. പലയിടത്തും അത് വലിയ വിജയമാണ്. സംവിധാനം നിയന്ത്രിച്ചതും തർക്കങ്ങൾ രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് അവിടെ പോയി കിടക്കും. ഞങ്ങൾ നീ വേഗം മണ്ടേ പോയി എല്ലാം കാര്യം സെർച്ച് ചെയ്ത് നോക്കാം. ഗ്രാനി അവിടെ കിടന്നു. ഞാൻ പോയി എല്ലാം സെർച്ച് ചെയ്തോളാം. 2021
നമുക്ക് എന്തായാലും 2 മിനിറ്റ്സ്. ഈ 2 മിനിറ്റ്സ് ഞാൻ എന്ത് കാണിക്കാണ്? എന്താ തരികിട തെറ്റിത്താര കളിക്കാം. ഷോട്ട് ഗണ്ണിൻ്റെ എല്ലാം പാട്ടും കിട്ടി. അവിടെ കിടക്കട. ഷോട്ട് ഗൺ ഈസ് റെഡി. മറ്റേ സാധനം കിട്ടിയോ? ഏത്? മറ്റേ പിടിയും കിട്ടി. പൈസക്ക് നമ്മളെല്ലാം കാര്യങ്ങളും സെറ്റ്. അത്രേ ഉള്ളൂ. ഒന്ന് ഗ്രാനീനെ ഉറക്കും. അതൊക്കെ കാണിച്ച് തേടവേ. കൊണ്ടൊക്കെ ഇവിടുന്ന് എടുക്കാം. കഴിയുന്നില്ലേ? ദേ വരുന്ന നമ്മുടെ കൊണ്ടിട്ടുണ്ടോ? നിക്കടാ ഊവേ, എനിക്കൊരു സ്ഥലം വരെ പോണം. ഐസ് ട്രാപ്പ് എടുക്കണ്ട. ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ അല്ലേ, എവിടെ ഇട്ടാലും മതി തോന്നുന്നു. മറ്റേ സമയത്ത് റിമോട്ട് കാക്കേൻ്റെ അവിടെ ഇപ്പം. അതിനകത്ത് കാക്കേനെ കൊല്ലണോ അതോ ഇതെടുക്കണോ? അവിടെ ഇവിടെ തന്നെ ഇത് എടുക്കാൻ ഐസ് ട്രാപ്പിലൂടെ ബുള്ളറ്റ് ഇവിടെ എവിടെയോ ഉണ്ട്. അതിങ്ങനെ വരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ എന്തായാലും ആ സന്തോഷമോടെ നിൽക്കട്ടെ. എനിക്ക് എന്റെ ലോകമെമ്പാടുമുള്ള എന്നെ സന്തോഷകരമായ കാര്യം, ഒരു അവാർഡ് കിട്ടിയ കാര്യം എനിക്ക് അറിയിക്കേണ്ടതുണ്ട്. കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പാമ്പൂരിയിൽ എണ്ണം കൂടുന്നു, പാമ്പൂരിയിൽ മരണപ്പെടുന്നതും കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ അന്നത്തെ ഡ്യൂട്ടി ഓഫീസർ, അതായത് അന്നത്തെ സൂപ്രണ്ട് എന്നെ ക്ഷണിക്കുകയും 2006 മുതൽ ഇങ്ങോട്ട് ഞാൻ എല്ലാ സ്ഥലത്തും കാസർഗോഡ് ഒരു പാറശാല അപ്പൊ എന്തായാലും വളരെ സന്തോഷം. 2015 മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്ലാസ് എടുത്ത്
കഴിഞ്ഞ ഈ 2026 4-ാം മാസം 6-ാം തീയതി അവാർഡ് ഉണ്ടായിരുന്നു. അത് കോഴിക്കോട് താമരശ്ശേരി പോസ്റ്റ് റേഞ്ചിന്റെ അവാർഡായിരുന്നു. അത് ഗ്യാസോലിൻ പൊട്ടിച്ചേ. ഇപ്പൊ കഴിഞ്ഞ വർഷം 2015 പിന്നെ ഗ്യാസോലിൻ കാർ എസ്കേപ്പ് ആവുകയും ചെയ്യും. ക്ലാസ്സിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ 6-ാം വാറണ്ടാക്കിയിട്ടുള്ളത് വളരെ സന്തോഷമുണ്ടെന്ന് കേരളത്തിലെ അധികാരികൾക്ക് പ്രത്യേകിച്ച് നന്ദിയുണ്ട്. കാരണം 10-39 വർഷമായി ഞാൻ കേരളത്തിന്റെ അധികാരികൾക്ക് അവാർഡിന് പ്രത്യേകിച്ച് 130-ഓളം ആൾക്കാർക്ക് 130 ഉൾപ്പെടെയുള്ള അത് കുരുവൊന്നുമല്ല, പൊട്ടിക്കണ്ട. പല സ്ഥലങ്ങളിൽ ആൾക്കാരെ വിളിച്ചുകൊണ്ട് റോഡേ കൂടെ പോകുന്നവരെ വിളിച്ചുകൊണ്ട് ഒരു പാമ്പനെ വെച്ച് പീഡിപ്പിച്ച് 50-60 പേര് പീഡിപ്പിക്കുന്നവരുടെ വലിയൊരു പത്മശ്രീയായിട്ട് സന്തോഷം. എല്ലാവരും അതൊന്ന് ഷെയർ ചെയ്ത് നന്നായിരിക്കും. ഇങ്ങനെ ഉള്ള എന്താ പറയുക, ലോകത്ത് ഒരിടത്തുമില്ലാത്ത ഒരു സംഭവം കേരളത്തിൽ ബാക്കി ഒരു സംസ്ഥാനങ്ങളിലും ഇല്ല. പിടിക്കുന്ന പാമ്പളെ കണ്ടാൽ പറഞ്ഞുകൊണ്ട് പിടിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. എല്ലാം ധരിച്ചുകൊണ്ട് ചില ജീവിതം തന്നെ വന്നു വെച്ചുകൊണ്ട് സന്തോഷം, നന്ദി. നമ്മൾ സമയം കളയില്ല, അതൊക്കെ അത് നടക്കട്ടെ. മുൻപിലാണെന്ന് നിയമമൊന്നുമില്ലല്ലോ, അതിന് അർത്ഥത്തിലാണ് പോട്ടെ. അപ്പൊ നമുക്ക് വേണ്ടി അത് വെയിറ്റ് ചെയ്യും. അവരെ പള്ളിയെടുത്തുകൊണ്ട് ആദ്യം ഹൃദയടുപ്പിന്റെ കാക്കനെ കണ്ട ആവശ്യമില്ല. നമുക്ക് ഗ്രാനീനെ ഇല്ലേ മറ്റേ സാധനം അയാൾ എന്ത് അതിന് മുന്നേ അടിക്കണം. അതെ, കേറുന്നതിന് മുമ്പേ അടിക്കണം. ഐസ് ട്രാപ്പിൽ കേറുന്നതിന് മുമ്പേ അടിക്കണം. അവ തിരിച്ചു പോകത്തില്ലേ ഗ്രാനി? അറിഞ്ഞൂടാ. എന്തായാലും ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഗ്രാനി ഐസിൽ കാണാം. എങ്കിലും എന്നാൽ ഐസിൽ കയറും പഠിക്കാം. ഐസിൽ കയറുന്ന തൊട്ട് മുന്നേ അടിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അഭ്യർത്ഥനയാണ്, സൂക്ഷിക്കണം. കാരണം പാമ്പിന്റെ മുട്ട ഇത് തുടങ്ങി കാര്യം കൊടുത്ത് 3 കുഞ്ഞുങ്ങളെ കിട്ടി, ബാക്കികളെ കിട്ടിയില്ല. അപ്പോൾ ആ പരിസരത്തിൽ അപ്പോൾ ഇരിഞ്ഞു പോകുമ്പോൾ കുഞ്ഞു നോക്കുകയാണെങ്കിൽ പോലും കൊച്ചു മക്കൾക്ക് ഇന്നലെ 2 വയസ്സുള്ള കുഞ്ഞിൻ്റെ കോട്ടയം വളർത്തത്തിൽ കാസർഗോഡ് ഒരു മോള് വിശാല എന്ന മറ്റൊരു മോളെ പേര് അപ്പൊ ഇനി ഗ്രാനി ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഇതുവഴി കയറിപ്പോ. ഗ്രാനി വന്ന ഇവിടെ തൊട്ട് വരും. സൗണ്ട് കേൾപ്പിക്കാം. എന്തെന്ന് വെച്ചാൽ സൗണ്ട് കേൾപ്പി. അയ്യോ കയറിപ്പോണ്ടേ, അവസാനം നമ്മൾ കുടുങ്ങും. ഗ്രാനി വരുമ്പോ പറയണേ, നീതി നോക്കണം, ഞാൻ നോക്കിയില്ല. ചിലപ്പോഴേ പറ്റി ഉറപ്പൊന്നുമില്ല, നോക്കാം. ഇവിടെ വഴി കുഴപ്പമില്ല. പക്ഷെ സ്പ്രേ അടിക്കുമ്പോഴത്തേക്കും ഇത് വരുമല്ലോ. ഞാൻ കണ്ടുള്ള
നമ്മൾ ചേസ് ചെയ്യും, പക്ഷെ പിടിക്കാൻ പറ്റത്തില്ല. തറയിലോട്ട് ഇടും. സൗണ്ട് കാണാം. ഇവിടെ പോയി കിടക്കും. കഴിഞ്ഞെന്ന് തോന്നുന്നേ. അപ്പൊ ഗ്രാനി ഇങ്ങോട്ട് വരുന്നു. സ്പ്രേ ചെയ്യുന്നു. തീർക്കല്ലേ, തീരും. നീ നോക്കണേ, അതിലോട്ട് നോക്കുക. ഹലോ തിരിച്ചു കയറുമ്പോ നമ്മളെ കാണും. പൊട്ടിക്കേ അത്രേ ഉള്ളൂ. ചിലപ്പോ ഓർമ്മില്ല. ഞങ്ങളുടെ അടുത്ത് കേറി കൊടുക്കില്ലേ? ഇതിലെന്തോ കിട്ടുന്നേ? മാസ്റ്റർ കീ, കാർ കീ, ഒട്ടും വേണ്ട. ബുക്കും കൂടെ മതി. അണ്ടർഗ്രൗണ്ട് വരെ നമുക്ക് എസ്കേപ്പ് ആവാം. അണ്ടർഗ്രൗണ്ട് എസ്കേപ്പ് ആണ്. സ്പൈഡർ മാമി കൊല്ലുകയാണ് നിന്നെ. മാമി പിടിച്ചിട്ട് ഇടിക്കുന്നില്ലേ? അതിനൊക്കെ എനിക്കൊരു വഴിയുണ്ട്. മാമി പിടിച്ചിട്ട് ഇടിക്കുന്നില്ലേ? കിട്ടേക്ക്. ഞാൻ ബുക്ക് കൊണ്ടുപോയി അവിടെ ഇട്ട് മാമി ഇനി ഛർദിക്കും. ഇയാളിനി എണ്ണിച്ചാണോ? ഇത്രേ ഉള്ളൂ. നേരെ അണ്ടർഗ്രൗണ്ടിലോട്ട് പോകണ്ട. എന്ത് കളിക്കട്ടെ, ആൾക്കാർ വെയിറ്റ് ചെയ്യാണ്ട് റെക്കോർഡാ. മറ്റേ ആൾക്കാർ റാമിങ് കഴിക്കാൻ പോകും. മുട്ട കേടായി ചൂട് കൂടുമ്പോൾ പാമ്പതിന് മാളത്തിൽ മുട്ടയിട്ടാൽ ആ മുട്ട വിരിയുകയില്ല. മുട്ട കേടായി കൊടുക്കുന്നതാണെങ്കിൽ വെള്ളം തരും. അവിടെ ഇപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് വെള്ളം അനിവാര്യമാണ്. പാമ്പുകളിൽ വെള്ളം അനിവാര്യമാണ്. ഒരു കാരണവശാൽ നിങ്ങൾ വീട്ടിൻ്റെ പരിസരത്ത് വെള്ളം വെക്കരുത്. നിർബന്ധമാക്കണം. അതിപ്പോൾ വീടിൻ്റെ പരിസരത്ത് ഞാൻ വന്നപ്പോൾ നോക്കി വെള്ളം വെച്ചിട്ട് പൂച്ചയൊക്കെ വളരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രാത്രി കിടന്നത് പുറത്തിറങ്ങുന്നത് നിർബന്ധമായിട്ട് ചൂടാണ്.
ആയതുകൊണ്ട് അടുക്കളയുടെ പോയിന്റിൽ നിർബന്ധമായിട്ട് വാദം രാത്രി കാലങ്ങളിൽ അപ്പുറത്തെ വശത്തൂടെ പോയാ മതിയായിരുന്നു. മറ്റേ ക്ലിച്ച് വർക്കായില്ലല്ലേ? ഇല്ല, ഒട്ടും ഒരു ആഡാണ് ഇപ്പൊ വന്നത്. ആഡ് ഇതേ കഴിഞ്ഞു. ഡേ 3 ആണ് നമ്മുടെ ഇന്നത്തെ ഡേ. എന്തോ അവനൊരു ഐഡിയ ഓർത്ത് ഞാൻ അത് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഐഡിയ ഒന്നും ചെയ്യാതിരിക്കണ്ട, അത് പറ്റത്തില്ല. നേരെ അത് താഴെ പോവാം. ഏകദേശം 5 വയസ്സുള്ള പ്രായം മറ്റേ ഇവിടെ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ? പറ്റും, എല്ലാ സാധനങ്ങളും കിട്ടി. കൂടെ നേഴ്സിനെ പോകാൻ പറ്റുമോ? പറ്റി. നമുക്ക് ഐസ് ട്രാപ്പിൽ കൊടുക്കാൻ. ഐസ് ട്രാപ്പ് ആണ് മെയിൻ. അത് പോയി എടുക്കാതെ വാടി പട്ടി ഗ്രാനി. കണ്ടടാ ഇരിക്കുന്ന കിടപ്പ് കണ്ട. എല്ലായിടത്തും അങ്ങോട്ട് ഇടാം. അതുകൊണ്ട് കട്ടും കൂടെ ചെയ്തിട്ട് ഞാൻ ഓടിയും പോവാം. പിന്നെന്തൊക്കെ വേണം? ഫൈനൽ ഐറ്റം ഇത് മാത്രം മതി. ലിവർ. ഇത് നമുക്ക് ടെഡി എടുത്തിട്ട് എസ്കേപ്പ് ആയാലോ? ഓടാ. കണ്ടില്ല പട്ടി.
ഗൈസ് എനിക്ക് നിങ്ങളോട് എന്തോ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയ്ക്ക് സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ ഞാൻ കുറേ നേരം ഇത് കളിക്കുന്നു. എന്നുവെച്ചാൽ ഞാൻ കുറേ നാളുമായി. അതേപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ഗ്രാനി ഡൗൺലോഡ് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് ഇതേപോലെ ഗ്രാനി എസ്കേപ്പ് നൂബി മാസ്റ്റർ എസ്കേപ്പ് ഞാൻ കണ്ടിട്ട് എനിക്ക് ഇതേപോലെ ഗ്രാനിയിൽ എസ്കേപ്പ് ഒറ്റ ഒരു ചിന്ത എനിക്ക് ഉള്ളായിരുന്നു. ഇപ്പം നിങ്ങളും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാനാണെങ്കിൽ ഫൈനലി ജയിച്ചിരിക്കുകയാണ്. കുഞ്ഞു കുട്ടൻ അല്ല ചക്കര പൊതികരികളും ഇപ്പം ഗ്രാനി ഈ പാമ്പ് പുതിയ പാമ്പ് സന്ദർശകർക്ക് 110 ആണ് പണി കിട്ടിയത്. ഇപ്പോൾ ഈ ഒരു 5 മറ്റേ ആളും കൂടെ പിടിക്കാതെ നോക്കിയാൽ മതി. അയാളൊരിക്കലും പിടിക്കത്തില്ല. കണ്ടോടി, കണ്ടോ കണ്ടോ അപ്പൊ നമ്മുടെ വീഡിയോ കഴിഞ്ഞ് ഏറ്റവും ടഫായിട്ടുള്ള എനിക്ക് തോന്നിയത് കുറേ സാധനങ്ങൾ ഇതിൽ വേണം. എന്ന് വെച്ചാൽ എന്താ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ എസ്കേപ്പ് ആവാൻ പറ്റും. പക്ഷെ ഞാനാണെങ്കിൽ ഗുഡ് ലക്കായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ എല്ലാത്തിനും ചോദിച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ് ചെയ്യാനുള്ളതെല്ലാം അങ്ങ് ചെയ്തേക്കാം.